ഇമാം അഹ്മദ് ബിൻ ഹംബൽ, നമ്മൾ പറയാറുള്ള 4 മദ്ഹബി ഇമാമിയങ്ങളുടെ കൂട്ടത്തിലെ 4-മനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഹംബലി മദ്ഹബിൻ്റെ ഇമാം. ഈ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനി ഏത് മദ്ഹബാണ് പിൻപറ്റിയിരുന്നത് എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഹംബലി ഇമാമിങ്ങളുടെ കൂട്ടത്തിലെ 4-മനാണ്. അവർ ജീവിച്ച ആ ഒരു കാലക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4-മത്തെ ഇമാമാണ്. ഹനഫി, മാലിക്കി, ഷാഫി കഴിഞ്ഞാൽ ഹംബലി ഇമാം. ഇദ്ദേഹത്തെക്കുറിച്ച് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇമാം എന്ന് പറയാറുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹദീസ് ശേഖരമുള്ളത് ഹംബലി ഇമാമിൻ്റെ മുസ്നദാണ്. സഹീഹുൽ ബുഖാരി പോലും ഇതിൻ്റെ 4-1 പോലും ആകുന്നില്ല, 7300 ഹദീസുകൾ. ഹംബലി ഇമാമിൻ്റെ മുസ്നദിൽ 30,000-ലധികം ഹദീസുകളാണ്. 40-45 വോളിയം തന്നെ ഉണ്ട്. മുസ്നദ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഈ ഹംബലി ഇമാം ജനിക്കുന്നത് 780-ലാണ്, ഹിജ്റ 164. അബ്ബാസിയക്കാരുടെയൊക്കെ ആ ഒരു കാലത്ത് ബാഗ്ദാദിൽ, റസൂലിൻ്റെ വഫാത്ത് കഴിഞ്ഞ് ഏതാണ്ട് 150 വർഷങ്ങൾക്കുള്ളിലായിട്ട്. ഇമാമിൻ്റെ മുഴുവൻ പേര് അഹ്മദ് ബിൻ മുഹമ്മദ് ഇബിന് ഹംബൽ ഇബിന് ഹിലാൽ അഷൈബാനി എന്നാണ്. ഇബിൻ ഹംബൽ എന്ന് പറയുമെങ്കിലും ഹംബൽ ബാപ്പയല്ല, വല്യാപ്പയാണ്. ആ ഒരു നസബ് ചേർത്ത് പറയുന്നതാണ്. ഷെയ്ബാൻ എന്നത് ഗോത്രാണ്, ഷെയ്ബാനി. അപ്പോൾ ശരിക്ക് പേര് അഹ്മദ് ബിൻ മുഹമ്മദ് എന്നാണ്. ഇമാമിൻ്റെ പിതാവ് മുഹമ്മദ് ബിൻ ഹംബൽ ഇമാമിൻ്റെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ജനനത്തിന് മുമ്പ് തന്നെ മരിച്ചു പോകുന്നുണ്ട്. പിന്നീട് ഇമാമിൻ്റെ മാതാവ് സഫിയ ബിൻത്ത് മൈമുന. ഇവരാണ് പിന്നീട് ഇമാമിനെ വളർത്തുന്നതും ഇമാമിൻ്റെ ആദ്യകാലത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അക്കാലത്തൊക്കെ ഈ അറേബ്യയിൽ, പ്രത്യേകിച്ച് ബാഗ്ദാദിൽ, ഈ കുട്ടികളെ അദബ് പഠിപ്പിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പെരുമാറ്റശുദ്ധി, മര്യാദ. ഇമാമിൻ്റെ കാര്യത്തിൽ അത് തൻ്റെ സ്വന്തം മാതാവ് തന്നെയാണ് ചെയ്യുന്നത്. ഇമാമിൻ്റെ ചിട്ടയും പെരുമാറ്റശുദ്ധിയും ഒക്കെ കണ്ടിട്ട് ആളുകൾ ചോദിക്കുമായിരുന്നു, ഈ കുട്ടിയെ എവിടെയാണ് അദബ് പഠിപ്പിച്ചത്? പക്ഷെ അത് വേറെ ആരും ആയിരുന്നില്ല, ഇമാമിൻ്റെ മാതാവ് തന്നെ ആയിരുന്നു. അത്തരത്തിൽ ഇമാമിൻ്റെ പ്രസിദ്ധിയിലും വളർച്ചയിലുമൊക്കെ ഇമാമിൻ്റെ മാതാവിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതകാലം മുഴുക്കെ ഇമാം അവർക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുകയാണ്. ഇമാമിൻ്റെ 40-ാമത്തെ വയസ്സിലാണ് ഇമാമിൻ്റെ ഉമ്മ വഫാത്താകുന്നത്. അപ്പോഴേക്ക് ഇമാം വളരെയേറെ പ്രസിദ്ധനായിട്ടുണ്ട്. 40-ാമത്തെ വയസ്സിൽ ഇമാമിൻ്റെ മാതാവിൻ്റെ വഫാത്തിന് ശേഷം മാത്രമാണ് ഇമാം വിവാഹം പോലും കഴിക്കുന്നത്. 40-ാമത്തെ വയസ്സിലാണ് ഇമാം വിവാഹം കഴിക്കുന്നത്. ആദ്യ ഭാര്യയുടെ വഫാത്തിന് ശേഷം 2ാമതൊരു വിവാഹം കഴിക്കുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു വിവാഹം കൂടി കഴിക്കുന്നുണ്ട്. ഈ ബഹുഭാര്യത്വം സർവ്വസാധാരണമായിട്ടുണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. പക്ഷേ ഇമാമിനൊരു സമയത്ത് ഒരു ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. 3 ഭാര്യമാരും അതിൽ 7-8 മക്കളും ഉണ്ടായിരുന്നു. ഇമാമിൻ്റെ അദബിൻ്റെ കാര്യം പറഞ്ഞു. ഇമാമിന് 10 വയസ്സാകുമ്പോഴേക്ക് ഖുർആൻ മനഃപ്പാടമാകുന്നുണ്ട്. ഇമാമിൻ്റെ ജീവിതകാലം മുഴുക്കെ, കുട്ടിക്കാലം മുതൽക്ക് അങ്ങോട്ട്, പൂർണ്ണമായും ദാരിദ്ര്യത്തിൽ തന്നെയാണ്. അതുപോലെ എടുത്തു പറയുന്നൊരു സംഭവം, ഇമാമിന് നല്ല ഭംഗിയായിട്ട് എഴുതാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. നല്ല ഭംഗിയിൽ, നല്ല കൈയക്ഷരമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ പലതും എഴുതിക്കാൻ വേണ്ടി ഇമാമിനെ സമീപിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് ഇമാമിൻ്റെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നതും അത്തരത്തിലായിരുന്നു, ഒരു വരുമാന മാർഗം. തൻ്റെ 15-ാമത്തെ വയസ്സിലാണ് ഇമാം ഹദീസ് പഠനം ആരംഭിക്കുന്നത്. അതിനായിട്ട് അക്കാലത്ത് ഒരുപാട് പണ്ഡിതന്മാരുടെ അടുത്ത് ഇമാം പോകുന്നുണ്ട്. അറേബ്യ മുഴുവൻ യാത്ര ചെയ്ത് പോകുന്നുണ്ട്. 5 തവണ ഹജ്ജിന് പോയതായിട്ട് പറയുന്നുണ്ട്. അതിൽ 3 തവണ കാൽനടയായിട്ട് തന്നെയാണ് ഇമാം പോകുന്നത്. മക്ക അടക്കമുള്ള ഇത്തരത്തിലുള്ള പട്ടണങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഹദീസ് പഠിക്കലും അത് എഴുതിയെടുക്കലും തന്നെയാണ്. ഒരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലമാണ് ഈ മക്ക എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന എന്ന പണ്ഡിതനെ കണ്ടുമുട്ടുന്നത്. ഇമാമിൻ്റെ ഒരു ഷെയ്ഖാണ്, ഉസ്താദാണ്. ഇദ്ദേഹം സുഫിയാൻ സൗരിയുടെ ഒരു ശിഷ്യനും കൂടിയാണ്. ഷാഫി ഇമാം ജീവിച്ചിരിക്കുന്ന കാലമാണ്. പക്ഷേ ഈ സമയത്ത് ഷാഫി ഇമാം അത്ര ഫേമസ് ആയിട്ടില്ല. അക്കാലത്ത് ഷാഫി ഇമാമിനേക്കാളും പ്രസിദ്ധനാണ് സുഫിയാൻ ഇബ്നു ഉയൈന. ഈ ഒരു സമയത്ത് ഈ സുഫിയാൻ ഇബ്നു ഉയൈനയുടെ അടുത്ത് ഹംബലി ഇമാമും ഇസ്ഹാഖ് ബിൻ റാഹ്വെ, നമ്മളെ ബുഖാരി ഇമാമിൻ്റെ ഒക്കെ ഉസ്താദാണ്, പിന്നെ യഹിയ ഇബ്നു മഅീൻ, ഇവർ 3 പേരും ബുഖാരി ഇമാമിൻ്റെ ഉസ്താദുമാർ തന്നെയാണ്. ഇവർ 3 പേരും ഈ സുഫിയാൻ ഇബ്നു ഉയൈനയുടെ അടുത്ത് ഹദീസ് പഠിക്കാൻ വേണ്ടി ഒത്തുകൂടുന്നുണ്ട്. ഇവരെപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ ഹദീസ് പഠിക്കാൻ വേണ്ടി കൂടിയപ്പോൾ ഈ കൂട്ടത്തിൽ ഹംബലി ഇമാം ഇല്ല. ഹംബലി ഇമാമിനെ മാത്രം കാണുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഇമാം വരുന്നത്. ഇവർ ചോദിച്ചു, നീ എവിടെയായിരുന്നു, എവിടെ പോയി എന്ന് ചോദിച്ചു. ഇമാം പറഞ്ഞു, ഞാൻ വേറെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ മറ്റൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഹദീസ് വിവരിക്കുന്ന ഒരു പണ്ഡിതനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെയും കൂട്ടിയിട്ട് ഇമാം അങ്ങോട്ട് പോവാണ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി ഇമാമിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുപോവാണ്. ഷാഫി ഇമാം ആ സമയത്ത് അത്ര ഫേമസ് ആയിട്ടില്ല. ഇത് മക്കയിലാണ്.
ഈ ഷാഫി ഇമാമും ഹംബലി ഇമാമും കൂടി ഒരു 10-14 വയസ്സിൻ്റെ ഒരു വ്യത്യാസം ആണ് ഉള്ളത്. ഷാഫി ഇമാമിനാണ് പ്രായം കൂടുതൽ. പിന്നീട് ബാഗ്ദാദിലും ഇമാമ് പലതവണ ഷാഫി ഇമാമുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. അവർ തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു അടുപ്പം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഹംബലി ഇമാമിൻ്റെ ഒരു ഉസ്താദും കൂടിയാണ് ഷാഫി ഇമാമ്. ഷാഫി ഇമാമും ഹംബലി ഇമാമിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഷാഫി ഇമാമ് ബാഗ്ദാദ് വിട്ടിട്ട് ഈജിപ്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് പറഞ്ഞത്, ഞാൻ എല്ലാ വിഷയങ്ങളിലും ആഴത്തിൽ അറിവുള്ള ഒരുത്തനെ ഇവിടെ വിട്ടിട്ടാണ് പോകുന്നത് എന്നാണ്. അത് ഹംബലി ഇമാമിനെ കുറിച്ചാണ്. മാത്രമല്ല ഷാഫി ഇമാമ് പറഞ്ഞു, ഞാൻ ഈ പറയുന്ന 8 കാര്യങ്ങളിലും അഹ്മദ് ബിൻ ഹംബൽ ഇമാമാണ് എന്ന് പറഞ്ഞു. ഹദീസ്, ഫിഖ്, ഭാഷാ പരിജ്ഞാനം, ഖുർആൻ, ഫക്ർ, ലാളിത്യം, സുഹദ്, വറഅ്, സുന്നത്ത് എന്നീ 8 കാര്യങ്ങളിലും അഹ്മദ് ബിൻ ഹംബൽ ഇമാമാണ് എന്ന് പറഞ്ഞു. ഹദീസ്, ഫിഖ്, ഭാഷാ പരിജ്ഞാനം, ഖുർആന്, ഫക്ർ, സുഹദ്, വറഅ്, സുന്നത്ത് ഈ 8 കാര്യങ്ങളിലും അഹ്മദ് ബിൻ ഹംബൽ ഇമാമാണ് എന്ന് പറഞ്ഞു. ഇത് ഷാഫി ഇമാമ് ഹംബലി ഇമാമിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള ഒരുപാട് രസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ഷാഫി ഇമാം ഹംബലി ഇമാമിൻ്റെ ഉസ്താദാണെന്ന് പറയുമെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്കത് തിരിച്ചും തോന്നും. ഈ ഹംബലി ഇമാമിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണ ദാരിദ്ര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ പലതവണ ഷാഫി ഇമാമ് ഹംബലി ഇമാമിന് പണം കൊടുത്ത് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹംബലി ഇമാം അത് ഒരിക്കൽ പോലും സ്വീകരിക്കുന്നില്ല. അദ്ദേഹം ഈ എഴുതി കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഈ ഷാഫി ഇമാമ് ഹംബലി ഇമാമിന് ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അന്നത്തെ ഖലീഫയുമായി സംസാരിച്ചിട്ട് ഹംബലി ഇമാമിനെ യമനിൻ്റെ കാളിയാക്കി നിശ്ചയിക്കുന്നുണ്ട്. അങ്ങനെ ഹംബലി ഇമാമിന് ഈ ഒരു വിവരം കിട്ടിയപ്പോൾ അത് നിരസിച്ചു. ആ ഒരു ജോലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഷാഫി ഇമാം അത് അറിഞ്ഞപ്പോൾ ഹംബലി ഇമാമിനെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ആ ജോലി വേണ്ടെന്ന് വെക്കുന്നത് എന്ന് ചോദിച്ചു. നിനക്ക് നല്ലൊരു ജീവിതമാർഗ്ഗം ഉണ്ടാവും, പണം ഉണ്ടാകും, നീ ബഹുമാനിക്കപ്പെടും, നീ അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞു. ഹംബലി ഇമാം പറഞ്ഞു, എനിക്ക് ആ ജോലി വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഷാഫി ഇമാം ഹംബലി ഇമാമിനെ ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ അവസാനം സഹിക്കെട്ട് ഹംബലി ഇമാം ഷാഫി ഇമാമിനോട് പറയാണ്, എനിക്ക് നിങ്ങളോട് ബഹുമാനാണ്, സ്നേഹമാണ്, പക്ഷേ ഈ ഒരു കാര്യം ഇനിയും എന്നോട് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് തീർത്തു പറഞ്ഞു. ഈ ഒരു കാര്യം എന്നോട് വീണ്ടും പറയരുത്, പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞു. അക്കാലത്തെ പ്രസിദ്ധനായിട്ടുള്ള ഒരു മുഹദ്ദിസാണ് ഇമാം അബ്ദുർ റസാഖ് സന്നാനി. ഈ മുസന്നഫ് അബ്ദുർ റസാഖ് അദ്ദേഹത്തിൻ്റെയാണ്. സന്നാനിയാണ്, യമനിയാണ്. ഒരു ഹജ്ജ് സമയത്ത് ഹംബലി ഇമാം അബ്ദുർ റസാഖിനെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുന്നുണ്ട്. ഈ വലിയ പണ്ഡിതന്മാരും മുഹദ്ദിസുകളൊക്കെ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് മക്ക, പ്രത്യേകിച്ച് ഹജ്ജ് സമയത്ത്. അങ്ങനെ ഹംബലി ഇമാം അവിടെ പോയി. ഹംബലി ഇമാം അവിടെ ചെല്ലുന്നത് ഇമാം അബ്ദുർ റസാഖിനെ യമനിൽ പോയി കണ്ട് ഹദീസ് പഠിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഒരു സംഭവം ഇമാം അബ്ദുർ റസാഖ് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഒരു സമയത്ത് ഹംബലി ഇമാം വളരെ പ്രസിദ്ധനാണ്, എല്ലാവർക്കും അറിയാം. ഇമാം അബ്ദുർ റസാഖ് പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ ഹദീസ് പഠിക്കാൻ വേണ്ടി 1 മാസം യാത്ര ചെയ്ത് യമനിൽ വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കാം, അവന് ഞാൻ ഇവിടെ മക്കയിൽ തന്നെ ഹദീസുകൾ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സംഭവം ഹംബലി ഇമാം അറിയാണ്. ഹംബലി ഇമാം പറഞ്ഞു, ഞാൻ യമനിൽ ഇമാം അബ്ദുർ റസാഖിന്റെ അടുത്ത് പോയിട്ട് ഹദീസ് പഠിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു അനുവാദം മാത്രം മതി എനിക്ക്, ഞാൻ അവിടെ പോയി പഠിച്ചോളാം എന്ന് പറഞ്ഞു. മക്കയിൽ വെച്ചിട്ട് അവരൊരു തവണ കണ്ടുമുട്ടുന്നുണ്ട്. ഇമാം അബ്ദുർ റസാഖ് പറഞ്ഞു, മക്കയിൽ വെച്ച് തന്നെ വേണ്ട ഹദീസുകൾ നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഹംബലി ഇമാം അത് സമ്മതിച്ചില്ല, യമനിലേക്ക് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇമാം അബ്ദുർ റസാഖ് യമനിലെത്തിയതിനു ശേഷം ഹംബലി ഇമാം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇമാം അബ്ദുർ റസാഖിന്റെ വീടിന്റെ കതകിൽ തട്ടി വിളിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അവിടെയുള്ള ആരോ ഹംബലി ഇമാമിനെ പോയി തടഞ്ഞു. പറഞ്ഞു, ഇമാമിനെ അങ്ങനെ ചെന്ന് വിളിക്കാൻ പാടില്ല, അദ്ദേഹം മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പായിട്ട് പള്ളിയിലേക്ക് വരും, അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞു. ഈ ഹംബലി ഇമാം ആ സമയത്ത് വളരെ പ്രസിദ്ധനാണ്. പക്ഷേ ഇയാൾക്ക് ഹംബലി ഇമാമിനെ നേരിട്ട് അറിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇമാം അബ്ദുർ റസാഖ് വന്നു. ഹംബലി ഇമാം അടുത്തേക്ക് ചെന്നു. ഹംബലി ഇമാമിനെ മനസ്സിലായപ്പോൾ ഇമാം അബ്ദുർ റസാഖ് ഇമാമിനെ കെട്ടിപ്പിടിച്ചു. ഇത്രയും അറിവുള്ള ഒരു വ്യക്തി തന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. പറയപ്പെടുന്നത് അതിനുശേഷം ഇമാം അബ്ദുർ റസാഖ് ഹംബലി ഇമാമിനെ കുറിച്ച് പറയുമ്പോഴൊക്കെയും വിതുമ്പിക്കരയുമായിരുന്നു എന്നാണ്. ഹംബലി ഇമാമിന് അത്തരത്തിൽ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് ഉസ്താദുമാരും ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. 400-ലധികം ഉലമാക്കളുടെ അടുത്ത് പോയി ഇമാമ് പഠിച്ചിട്ടുണ്ട്. അവരിലധിക പേരും ഇമാമിന് ഫത്വ കൊടുക്കാനുള്ള ഇജാസത്ത് കൊടുക്കുന്നുമുണ്ട്. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബാഗ്ദാദിലൊരു മുഫ്തി എന്നുള്ള നിലക്ക് പ്രസിദ്ധനാണ്. മാത്രമല്ല അക്കാലത്ത് പ്രസിദ്ധനായിട്ടുള്ള ഷാഫി ഇമാം ഹംബലി ഇമാമിനെ പരസ്യമായി പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിലും അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. പക്ഷെ അക്കാലത്തും ഹംബലി ഇമാം ഹദീസുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ തന്നെയാണ്. ഒരു മുഫ്തി അല്ലെങ്കിൽ ഒരു ഇമാമ് എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ അക്കാലത്തും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്തു പോകും. അവിടെ ഏതെങ്കിലും പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടും, ആലിമീങ്ങളെ കണ്ടെത്തും, അറിവ് സ്വീകരിക്കും. അങ്ങനെയാണ്. അത്തരത്തിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ട്.
ഇമാം ഇത്തരത്തിൽ അറിവ് അന്വേഷിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരിക്കൽ ഇമാം ഷാമിൽ പോയി. അവിടെ ഒരു പള്ളിയിൽ, ഒരു പ്രധാന പള്ളിയിൽ അദ്ദേഹം രാത്രി വിശ്രമിക്കാൻ വേണ്ടി, അന്തി ഉറങ്ങാൻ വേണ്ടി അവിടെ ഇങ്ങനെ കിടന്നു. ഈ പള്ളി പരിപാലിക്കുന്ന ആള് ഇമാമിനോട് വന്നിട്ട് ചോദിച്ചു, നീ ആരാണ്, നീ എന്താ ഇവിടെ കിടക്കുന്നത്, എനിക്ക് പള്ളി അടച്ചു പൂട്ടണം, നീ ഇവിടുന്ന് മാറിപ്പോണം എന്ന് പറഞ്ഞു. ഇമാമ് പറഞ്ഞു, ഞാനൊരു മുസാഫിറാണ്, ഞാനൊരു ദരിദ്രനാണ്, എനിക്കിവിടെ ആരും പരിചയമല്ല, അതുകൊണ്ട് എനിക്കിവിടെ വിശ്രമിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, അതൊന്നും പറ്റില്ല, നീ മുസാഫിറാണെന്നൊന്നും എനിക്കറിയണ്ട എന്നും പറഞ്ഞിട്ട് ഇമാമിനോട് അവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു. ഇമാമനെ അവിടെ കിടക്കുകയാണ്. ഇയാൾ ഇമാമിൻ്റെ കാൽക്ക് പിടിച്ച് അങ്ങനെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ഇയാൾ പള്ളി പൂട്ടി പോവാണ്. ഇമാം അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി. വഴിയിലൊരു ആളെ, ഒരു അപരിചിതനെ കണ്ടുമുട്ടി. അയാളോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അയാളൊരു ഈ റൊട്ടി ഉണ്ടാക്കി വിൽക്കുന്നൊരു കച്ചവടക്കാരനാണ്. അപ്പോൾ രാത്രി അയാൾക്ക് പണി ഉണ്ട്, റൊട്ടി കാലത്ത് പിറ്റേ ദിവസം വിൽക്കേണ്ട റൊട്ടി ഉണ്ടാക്കുന്ന ആ ഒരു പണിയുണ്ട്. എൻ്റെ കച്ചവട സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്രമിക്കാം എന്നും പറഞ്ഞിട്ട് ഇമാമിനെയും കൂട്ടിക്കൊണ്ട് ഇയാൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടെ ഇമാമിന് വിശ്രമിക്കാനുള്ള കുറച്ച് സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇയാളുടെ ഈ റൊട്ടി ഉണ്ടാക്കുന്ന ആ ഒരു പണിയിലേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇമാം ഇയാളങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇയാൾ ഈ റൊട്ടി ഉണ്ടാക്കുന്ന ആ ഒരു പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിടക്ക് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒരു തസ്ബീഹ് തഹ്ലീൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമാം അത് കണ്ടപ്പോൾ ഇമാം ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു. നിങ്ങൾ ഇത് എത്ര കാലമായിട്ട് ചെയ്യുന്നത്? അയാൾ ചോദിച്ചു, എന്ത് എന്ന് ചോദിച്ചു. ഇമാം പറഞ്ഞു, ഈ തസ്ബീഹും തഹ്ലീലും ഒക്കെ നിങ്ങൾ എത്ര കാലമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇമാം ചോദിച്ചു, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ റബ്ബ് എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇമാം ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്, ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം അതും ഉടനെ നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇമാം ചോദിച്ചു, എന്താണ് ആ നടക്കാത്ത കാര്യം എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ബാഗ്ദാദിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇമാമുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതും എൻ്റെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇമാം അയാളുടെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം നിശബ്ദനായിട്ട് പറഞ്ഞു, എൻ്റെ പേര് അഹ്മദ് എന്നാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ആ പറഞ്ഞ ആൾ അത് ഞാനാണ് എന്ന് പറഞ്ഞു. ഈ ആൾക്ക് അത് വലിയൊരു അത്ഭുതമായി. ഇയാളങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഇമാമിനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുകയാണ്, ഇപ്പോഴാണ് അത് സാധിച്ചത് എന്ന് പറഞ്ഞു. ഇമാം പറഞ്ഞു, ഞാൻ സുഖമായിട്ട് പള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്ന് പറഞ്ഞു. റബ്ബാണ് എൻ്റെ കാല് പിടിച്ച് വലിച്ച് ഈ സ്ഥലത്ത് കൊണ്ടിട്ടത് എന്ന് പറഞ്ഞു. ഹംബലി ഇമാം 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നു. അക്കാലത്തൊക്കെ ഏറ്റവും അധികം ആളുകൾ ഹദീസ് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതും ഇമാമിൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. 5000-ലധികം ആളുകൾ ഒരേ സമയം കൂടിയിരുന്നു എന്നാണ്. 500-ലധികം ആളുകൾ എഴുതി എടുക്കാനായിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ കേട്ട് പഠിക്കും. ഇമാം തൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയെടുക്കാൻ അനുവദിക്കുമായിരുന്നില്ല, പക്ഷേ എന്നിട്ടും ആളുകൾ അത് എഴുതിയെടുത്ത് പരസ്യപ്പെടുത്തുമായിരുന്നു എന്നാണ്. ഇമാമിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്, അദ്ദേഹം പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിരുന്നു എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ദർസിലായാലും മറ്റേത് കാര്യത്തിലായാലും അവരെ ആദരിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു എന്നാണ്. ക്ലാസ് നടക്കുമ്പോൾ അവരെ മുൻനിരയിൽ കൊണ്ട് ഇരുത്തുമായിരുന്നു. പാവപ്പെട്ടവരെ കൂട്ടാത്ത ഒരു പരിപാടിയിലും തന്നെ വിളിക്കരുത് എന്ന് പറയുമായിരുന്നു. ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം അവർക്ക് കൊടുത്തിട്ട് മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകൾക്കും, അത് ആലിമീങ്ങളായാൽ പോലും, കൊടുക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു ഇമാമിൻ്റെ ഒരു രീതി. അദ്ദേഹം ഏകാന്തവാസം ആഗ്രഹിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു സമയത്ത് ഇമാം 300 റക്അത്ത് രാത്രിയിൽ നമസ്കരിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ആ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അത് 150 കുറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ ഇമാമിനോട് ആരെങ്കിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇമാം അവരുടെ പേര് എഴുതിയെടുത്ത് അത് കൃത്യമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ഇമാമിൻ്റെ പ്രാർത്ഥനയിൽ 6 പേരുടെ പേരുകൾ സ്ഥിരമായിട്ട് ഉണ്ടാകുമായിരുന്നു എന്നാണ്. അക്കൂട്ടത്തിൽ 1-ാമത്തെ പേര് അത് ഇമാം ഷാഫിയുടേതായിരുന്നു എന്നാണ്. ഇമാമിൻ്റെ ഈ ഒരു ദുആയെക്കുറിച്ചിട്ടൊരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ കുറച്ച് ദൂരെ നിന്ന് ഒരാൾ ഇമാമിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എൻ്റെ മാതാവിന് തീരെ സുഖമല്ല, തളർന്ന് കിടപ്പാണ്, കുറേ നാളായിട്ട് തളർന്ന് കിടപ്പാണ്, ആ തളർച്ച മാറിയിട്ട് എൻ്റെ മാതാവ് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആവർത്തിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഇമാം പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയേക്കാൾ ഗുണം ചെയ്യും എന്ന് പറഞ്ഞു.
നിന്റെ മാതാവിൻ്റെ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനയേക്കാൾ ഗുണം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇമാമിൻ്റെ മറുപടി അത്ര തൃപ്തികരമായില്ല. അയാൾ അങ്ങനെ അതും കേട്ട് അങ്ങനെ തിരിച്ച് അയാളുടെ നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. പിറ്റേ ദിവസം ഇയാളുടെ വീട്ടിൽ എത്തി നോക്കിയപ്പോൾ സുഖമില്ലാതെ തളർന്നു കിടന്നിരുന്ന ഇയാളുടെ മാതാവ് ഉമ്മ എഴുന്നേറ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് അത്ഭുതം തോന്നി. അങ്ങനെ തിരിച്ച് വീണ്ടും ഇമാമിൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. ഇവിടെ തിരിച്ചു വന്നിട്ട് പിന്നെ ഇമാമിൻ്റെ മകനെയാണ് കണ്ടുമുട്ടുന്നത്. ഈ സംഭവമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഇവിടെ നിന്ന് ചെന്ന് നോക്കിയപ്പോൾ തളർന്നു കിടക്കുന്ന എൻ്റെ മാതാവ്, എൻ്റെ ഉമ്മ എഴുന്നേറ്റ് നടക്കുന്നതാണ് ഞാൻ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇമാമിൻ്റെ മകൻ പറഞ്ഞു, ഇന്നലെ നിങ്ങളിവിടെ വന്ന് പോയ ഉടനെ ഇമാമ് ഒളു എടുത്ത് 2 റക്കാത്ത് നമസ്കരിച്ചു, പിന്നീട് തുടർച്ചയായി നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത്തരത്തിൽ ആരെങ്കിലും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ഇമാം അത് ഗൗരവമായി തന്നെ എടുത്ത് അത് ചെയ്യുമായിരുന്നു എന്നാണ്. ഹംബലി ഇമാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം എന്ന് പറയുന്നത് മിഹ്ന കാലഘട്ടം ആണ്. മീമ് ഹാ നൂന് മിഹ്ന, പീഡന പരീക്ഷണ കാലഘട്ടം, വിചാരണ കാലഘട്ടം എന്നൊക്കെയാണ്. ഇത് 15 വർഷം നീണ്ടു നിൽക്കുന്ന ഇമാമിൻ്റെ ജീവിതത്തിലെ ഒരു പീഡന കാലഘട്ടമാണ്. ഈ മിഹ്ന സംഭവിക്കുന്നത് ഖുർആന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മതപരമായ തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഫിത്നത്ത് ഖലക്കൽ ഖുർആൻ അല്ലെങ്കിൽ മിഹ്നത്ത് ഖലക്കൽ ഖുർആൻ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് 15 വർഷം നീണ്ട ഇമാമിൻ്റെ ജീവിതത്തിലെ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. അക്കാലത്ത് ഈ ഒരു മിഹ്ന കാലഘട്ടം അതിജീവിച്ച ഒരേ ഒരു പണ്ഡിതനാണ് ഹംബലി ഇമാം. അപ്പോൾ ആ നിലക്ക് അദ്ദേഹം ആ ഒരു സമയത്ത് വളരെ പ്രസിദ്ധനായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് അലി ഇബ്നുൽ മദീനി പറഞ്ഞത്, 2 ആളുകളെ കൊണ്ട് അള്ളാഹു ഈ മതത്തെ വിജയിപ്പിച്ചു. റിദ്ദ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖിനെ കൊണ്ടും മിഹ്ന കാലഘട്ടത്തിൽ ഇമാം അഹമ്മദിനെ കൊണ്ടും. ഈ അലി ഇബ്നുൽ മദീനി എന്ന് പറയുന്നത് ബസ്രയിലുള്ളൊരു മുഹദ്ദിസാണ്, നമ്മുടെ ബുഖാരി ഇമാമിൻ്റെ ഉസ്താദാണ്. ഈ മിഹ്ന കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഇമാമ് ഈ ഹദീസ് പഠിപ്പിക്കലും എഴുതലും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. അക്കാലത്തൊക്കെ ഇമാമിനെ കേൾക്കാൻ വേണ്ടി 50,000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ബാഗ്ദാദിൻ്റെ റെക്കോർഡാണ് അക്കാലത്ത്. ഇമാമ് തൻ്റെ 77-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. പക്ഷെ അതുവരെയും അദ്ദേഹം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആരോ ചോദിച്ചു അത്രേ, ഇപ്പോഴും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണോ, നിങ്ങൾക്കൊരു വിശ്രമല്ലേ, വിശ്രമിക്കാറായില്ലേ എന്ന് ചോദിച്ചു എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ളൊരു മറുപടി ഉണ്ട്, മാൽ മിഹ്ബറത്തി ഇലൽ മക്ബറ, ഈ മഷിക്കുപ്പിയോട് കൂടി അങ്ങനെ ഖബറിലേക്ക് എന്നാണ്. മാൽ മിഹ്ബറത്തി ഇല മക്ബറ, അറിവ് തേടുന്നത് അവസാനിക്കുന്നത് എൻ്റെ മരണത്തോടു കൂടി ആയിരിക്കും എന്നാണ്. ഇമാമിന് തീരെ വയ്യാതായ ഒരു സമയത്തും ഇമാമ് നമസ്കരിക്കുമായിരുന്നു. മകൻ്റെ തോളിൽ ചാരി നിന്ന് നമസ്കരിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇമാമിൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വന്ന് കൂടിയിരിക്കും. ഇമാമ് പറയുന്നത് കേൾക്കാനും അത് എഴുതിയെടുക്കാനുമായിട്ട് കുറേ ആളുകളുണ്ടാവും. അങ്ങനെ ഒരിക്കൽ ഒരാൾ ഇമാമിൻ്റെ അടുത്തേക്ക് കരഞ്ഞോണ്ട് അങ്ങനെ കയറി വരികയാണ്. ഇയാളിങ്ങനെ വന്നിട്ട് കരയുന്നത് കണ്ടപ്പോൾ ഇമാമ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, ഈ മിഹ്ന കാലഘട്ടത്തിൽ രാജഭടന്മാർ നിങ്ങളെ തടവറയിലിട്ടിട്ട് ക്രൂരമായി പീഡിപ്പിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തിരുന്നില്ലേ, അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഒരുവനാണ് ഞാൻ എന്ന് പറയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ സമയത്ത് എന്നോട് പകരം ചെയ്തോളൂ, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റാളുകളൊക്കെ കേട്ട് അവരും വിതുമ്പിക്കരയാൻ തുടങ്ങിയെന്നാണ്. ഇമാം അവിടെ അങ്ങനെ കിടക്കുകയായിരുന്നു. ഇമാം പതുക്കെ എഴുന്നേറ്റിരുന്നു, അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇനിയും നീ അത്തരത്തിൽ പ്രവർത്തിക്കുമോ, നീ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാനത് പുറത്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് നീ ആവർത്തിക്കാത്ത പക്ഷം നിനക്ക് ഞാനത് വിട്ട് പുറത്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. തീരെ കിടപ്പിലായ സമയത്തും ഇമാമിൻ്റെ ഓർമ്മയും ബുദ്ധിയും ഒക്കെ വളരെ കൃത്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം മക്കളോടായിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ആരെയും ആശ്രയിക്കരുത്. മയ്യത്ത് പൊതിയാനുള്ള തുണിയായാൽ പോലും അതിനു വേണ്ടി ആരുടെയും ഔദാര്യം സ്വീകരിക്കരുത്. പ്രത്യേകിച്ച് ഖലീഫമാരുടെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. ഇമാം ആ സമയത്തൊരു സ്വപ്നം കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഷെയ്ത്താൻ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, യാ അഹ്മദ്, നിന്നെ കീഴ്പ്പെടുത്താൻ എനിക്കൊരിക്കൽ പോലും കഴിഞ്ഞിട്ടില്ല എന്ന്. ഹംബലി ഇമാം വഫാത്താകുന്നത് ഒരു വെള്ളിയാഴ്ചയിലാണ്, റബീഉൽ അവ്വൽ 12-ന്, റസൂലിൻ്റെ ദിവസം, ബാഗ്ദാദിൽ വെച്ചിട്ട്. തൻ്റെ 77-ാമത്തെ വയസ്സിൽ 855 ഹിജ്റ 241 ബനു ഹാഷിമിൽപ്പെട്ട റസൂലിൻ്റെ കുടുംബത്തിൽപ്പെട്ട 100ഓളം ആളുകൾ വന്നിട്ടാണ് മയ്യത്ത് പരിപാലനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അറേബ്യയ്ക്ക് ചുറ്റുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ്
ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു എന്നാണ്. ചരിത്രകാരന്മാർ പറയുന്നത് 13 ലക്ഷത്തിലധികം ആളുകൾ ആ ഒരു സമയത്ത് ബാഗ്ദാദിൽ ഒരുമിച്ചു കൂടി എന്നാണ്. ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഒരു തിരക്ക് കണ്ടിട്ട് മാത്രം 10,000-ത്തിലധികം അമുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിങ്ങളായി എന്നാണ്. ഹംബൽ ഇമാമിൻ്റെ കയ്യിൽ റസൂലിൻ്റെ 3 മുടി ഉണ്ടായിരുന്നു, തിരുകേശം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ 2 കണ്ണിലും ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ നാക്കിൻ്റെ അടിയിലും വച്ചിട്ടാണ് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 77-ാമത്തെ വയസ്സിൽ ബാഗ്ദാദിൽ വെച്ചിട്ടാണ് അദ്ദേഹം വഫാത്താകുന്നത്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറും ഉള്ളത്. അങ്ങനെ